നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. നാളെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വോട്ടെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യണം? നമ്മൾ പല വോട്ടുകളും നമ്മൾ പല തവണയായി ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അതെ, പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും എല്ലാവർക്കും എപ്പോഴും അതിനെക്കുറിച്ച് ചെറിയ സംശയങ്ങളുമുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വന്നതിന് ശേഷം പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ രേഖപ്പെടുത്തുന്ന വോട്ട് നമ്മൾ ഏത് സ്ഥാനാർത്ഥി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് ഇത് തന്നെയാണോ കിട്ടിയത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞ് ആ ലൈറ്റ് തെളിയുന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിൽ തന്നെയാണോ എന്ന് നോക്കണം. അത് വേറൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലാണെങ്കിൽ, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, വോട്ടിംഗ് മെഷീൻ യന്ത്രത്തിന് തകരാറുകൊണ്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അപ്പോൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കണം. അത് ചെയ്യാതെ നമ്മൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ നമ്മൾ ഓരോ വോട്ടും ചെയ്യുമ്പോൾ ഒരു VVPAT ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അത് നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പ്രിൻ്റ് താഴേക്ക് പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടലാസ് താഴേക്ക് പോകുന്നുണ്ടോ എന്നും ആ കടലാസിൽ നിങ്ങൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണോ അത് തെളിഞ്ഞിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നീട് ആ VVPAT റാൻഡമായിട്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം റാൻഡമായിട്ട് എണ്ണി ഇതിനകത്തെല്ലാം കൃത്യത വരുത്താനായിട്ടുള്ള സംവിധാനം വേറെയുണ്ട്. പക്ഷെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ചിഹ്നം തന്നെയാണോ ലൈറ്റ് തെളിഞ്ഞത്. രണ്ടാമത്തേത്, VVPAT പ്രിൻ്റ് ഔട്ട് താഴേക്ക് വീണിട്ടുണ്ട്. ഈ രണ്ട് കാര്യമാണ്. ഒരു സംശയം, ആ ഈ VVPATന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് തരുമോ? ഇല്ല, നമുക്ക് തരില്ല. നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ അവിടെ വീഴുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റും. ഒരു നിമിഷം കഴിഞ്ഞാൽ പോയി. പക്ഷെ അത് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു കാര്യമാണ്. മുഴുവൻ ഉണ്ടെന്നില്ല, പക്ഷേ അതിനകത്ത് നിന്ന് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് മതിയാവും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ നിഗമനം. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ ആദ്യമായി ഈ വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് കേരളത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് പറവൂരാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തില്. അതെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂര്. ഞാൻ എറണാകുളത്ത് മനോരമയിൽ ട്രെയിനിയായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പൊ അന്നതുകൊണ്ട് വളരെ കൗതുകമാണ്. അന്ന് ഒരു ബൈ ഇലക്ഷനിലാണ്, അന്ന് എനിക്ക് നായനാർ സർക്കാരിന്റെ കാലത്ത് 80-82 2 വർഷം അന്ന് ഈ കോൺഗ്രസിൽ ഒരു വിഭജനം ഉണ്ടായിട്ട് AK ആന്റണി ഗ്രൂപ്പ് CPM-ന്റെ കൂടെ ചേർന്ന് ഭരിച്ച 2 വർഷം ഉണ്ടല്ലോ. അന്ന് പറവൂര് ഒരു ബൈ ഇലക്ഷൻ വേണ്ടി വന്നപ്പോൾ അവിടെ എനിക്കൊന്ന് 90 മണ്ഡലത്തിലും അല്ല 55 മണ്ഡലത്തിലാണ് 55 ബൂത്തുകളിലാണ് അന്ന് ഈ ബൈ ഇലക്ഷൻ നടത്തിയത്. അന്ന് വലിയ കൗതുകമായിരുന്നു. ഇത് ശരിയാണോ, ഇത് അന്ന് എല്ലാവർക്കും വലിയ സംശയത്തോടെ വന്നോട്ട് ഇത് കൃത്യമായിട്ടായിരിക്കുമോ ഈ വോട്ടിംഗ് യന്ത്രം. പിന്നെ അതിനെതിരെ കേസൊക്കെ ഉണ്ടായി. പക്ഷേ അതിനകത്ത് യാതൊരു അപാകതയും വന്നില്ല. അത് കറക്റ്റാണെന്നുള്ള വിധിയിൽ തന്നെയാണ് എത്തിയത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ AC ജോസാണ് ജയിച്ചത്, പഴയ സ്പീക്കർ. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2004 അതിനുശേഷം ഗോവ സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിൽ, കാരണം അതൊരു ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെയാണ് ആദ്യമായിട്ട് ഓൾ സ്റ്റേറ്റ് ഇത് പരീക്ഷിച്ചത്. 2004 ഗോവയിലാണ്. അല്ല, 2004 അല്ല 99. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഇത് മൊത്തത്തിൽ കേരളത്തിൽ പരീക്ഷിച്ചത്. പാർലമെന്റിലാണ് മൊത്തത്തിൽ പരീക്ഷിച്ചത്. കേരളത്തിൽ പരീക്ഷിച്ചത് 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്താണ്. 2006 തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃത്യം 20 വർഷം, നാല് തെരഞ്ഞെടുപ്പ്, 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇതല്ലേ? അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പാണ്. കറക്റ്റ്. പിന്നെ 2006 20 വർഷം. അതെ. ഇപ്പൊ 2026. അതെ, 20 വർഷം. അതിനകത്ത് വേറെ തമാശ എന്താന്ന് വെച്ചാല്, ഈ ഏറ്റവും അധികം വികസിത രാജ്യമെന്ന് നമ്മൾ കരുതുന്ന അമേരിക്കയിൽ ഇപ്പോഴും ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ വോട്ടിംഗ് യന്ത്രം എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇതിനകത്ത് യാതൊരു അപാകതയും ഇല്ല, ഇത് 100% ഫുൾ പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലറ്റ് പേപ്പറല്ലേ ഒന്നുകൂടെ ശരിയെന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ ബാലറ്റ് പേപ്പറല്ലേ വേണ്ടത്. അല്ല, ഞാനത് പറയുന്നില്ല. കാരണം നമ്മുടെ ഇത്രയും കോടി ജനങ്ങളുടെ നമ്മുടെ എണ്ണം കൂടുതലായതുകൊണ്ട് വോട്ടിംഗ് യന്ത്രം ഇത് ഫുൾ പ്രൂഫ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് യന്ത്രത്തിലേക്ക് പോകുന്നതിന് തരില്ല. പക്ഷേ ഇതുവരെ ഇത് ഫുൾ പ്രൂഫ് അല്ല എന്ന് തെളിഞ്ഞിട്ടുമില്ല. പക്ഷേ സംശയങ്ങളുണ്ട്. കാരണം ഇത് നമുക്കറിയാം, ഇതൊരു EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആളുകൾ വോട്ട് ചെയ്ത് തീരുമ്പോൾ അതിൽ രേഖപ്പെടുത്തുന്ന എണ്ണം മാത്രമോ, അതിനകത്ത് ആർക്ക് വോട്ട് ചെയ്യുന്നൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത്ര വോട്ട് ഇത്ര ആൾക്ക് എന്ന് പറഞ്ഞ് അവസാനത്ത് എണ്ണി തീർക്കുന്നിടത്ത് എവിടെയെങ്കിലും
ഈ ഇതിനകത്തൊരു ടാമ്പറിങ് നടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതിനകത്ത് എക്സ്റ്റേണലായിട്ട് ഒരു ടാമ്പറിങ് നടക്കത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് സൂക്ഷിക്കുന്നുണ്ടല്ലോ ഒരിടത്ത്, ഈ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുന്നത്. അതെ അതെ, പോലീസ് സ്ട്രോങ് റൂമുകളിൽ ഒരു ബൂത്തിൽ ഏകദേശം 10-200 പിന്നെ മെഷീനുകളുണ്ടാവും. ഈ മെഷീൻ സൂക്ഷിക്കുന്ന ബൂത്തിൽ നമുക്കറിയാം, ഇത് ഈ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് ഒറ്റ വാതിലുണ്ടാവാൻ പാടുള്ളൂന്നുണ്ട്. വേറെ വാതിലുണ്ടെങ്കിൽ അടച്ച് കട്ട കെട്ടി അടച്ചിരിക്കണമെന്നാണ്. അവിടെ ഈ നമുക്കറിയാം ഇത്തവണത്തെ ഇലക്ഷനിൽ 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഇത് എണ്ണുന്നത്. ഈ 1 മാസത്തെ ഗ്യാപ്പ് വരിക എന്ന് പറയുമ്പോൾ ഇത് ഈ 1 മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ആൾക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വന്നിരുന്നു. അതായത് ഈ വോട്ട് മെഷീനുകൾ സൂക്ഷിക്കുന്നിടത്ത് പോലീസിന് പിന്നെ കാവൽ മാത്രം പോരാ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആളുകളെ കൂടെ കാവലിടാൻ അനുവദിക്കണമെന്നും പറഞ്ഞ്. ഇത് പരാതി കൊടുത്തയാളൊരു കാൻഡിഡേറ്റ് അല്ലാത്തതുകൊണ്ട് അത് അവർ പൊതു താല്പര്യ ഹർജിയാക്കി മാത്രം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. ആ വ്യക്തിയുടെ ഹർജി സ്വീകരിച്ചില്ല. പക്ഷേ ഈ ഒരു കൺസേൺ ഉണ്ട് ആളുകൾക്ക്. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ 4 വശത്തും സർവൈലൻസ് സംവിധാനം ഉണ്ടാക്കണം, പിന്നെ ക്യാമറ വെക്കണം, ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ കവർ നിൽക്കണം. കാരണം ഈ മെഷീനിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്യാമ്പർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മെഷീൻ പുറത്തു കൊണ്ടുപോയി വേറൊരു മെഷീൻ അവിടെ റീപ്ലേസ് ചെയ്താൽ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്താനുള്ള സാധ്യതയെക്കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കണം എന്നുള്ളതാണ് അതിനകത്തെ പോയിന്റ്. കേരള പോലീസ് മാത്രമല്ലല്ലോ, CRPF ഉൾപ്പെടെയുള്ള പോലീസുകാർ അവിടെ ഇല്ലേ? CRPF ഉണ്ടാവാം, കേരള പോലീസും ഉണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും ആളുകൾക്ക് സംശയിക്കാമല്ലോ, അത് പോരാ, ഞങ്ങളുടെ ആളുകൾ കൂടി വേണം. എൻ്റെ ഒരു സംശയം, ഇത് ഈ വോട്ടിംഗ് മെഷീനിൽ പുറത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടിംഗ് ഇത് മാറ്റാൻ പറ്റുമോ? കാരണം ഇന്ന് അമേരിക്കയിലും നമ്മളിപ്പോ ഇതൊന്നും നടക്കുക, അമേരിക്കയിലും ഇറാനിലും ഒക്കെ ഇരുന്നോണ്ടാണ് മിസൈൽ പൊട്ടിക്കുന്നത്. അതെ, അപ്പൊ മാത്രമല്ല കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എവിടെ ചെന്ന് എന്തിലും ഇന്റർഫിയർ ചെയ്യാവുന്ന ഒരു കാലമാണ്. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാരണവശാലും ഈ വോട്ടിംഗ് യന്ത്രത്തിനകത്തേക്ക് ഒരു തരത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിലാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. നമുക്കത് വിശ്വസിക്കാം. പക്ഷെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്, ആളുകളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം അത്. ഇതിനെയൊക്കെ എക്സ്റ്റേണലായിട്ട് റിമോട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എലക്ഷൻ കഴിഞ്ഞാൽ ഈ യന്ത്രത്തിന് ഇതിൻ്റെ ഒരു ബാറ്ററി ചാർജ് അവർ കൗണ്ട് ചെയ്യും. ആ ബാറ്ററി ചാർജ് ഇപ്പോൾ ഉദാഹരണം 70% ആണ് ചാർജ് എന്ന് കരുതിയോ, ഈ യന്ത്രം തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പെർസെൻറ്റേജ് 90% ആണെങ്കിൽ ഇതിനകത്ത് എന്തോ തിരുമല നടന്നു സംശയിക്കാം. ഹരിയാനയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ 70% ആയിരുന്നു വോട്ട് യന്ത്രം സീൽ ചെയ്യുമ്പോൾ. പക്ഷേ അത് എണ്ണം എടുത്തപ്പോഴത്തേക്ക് 90% ആയി അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ കോടതി നിൽക്കുക. പക്ഷേ വ്യാപകമായിട്ട് ഇതുവരെയായിട്ട് ഇതിനകത്ത് ക്രമക്കേട് നടന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. ക്രമക്കേടുകൾ വരാം, സാധ്യതയുണ്ട്. നമുക്കിതിലെല്ലാം ആധുനികമായിട്ടുള്ള ഒട്ടേറെ ഈ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കുക, AI കാലമല്ലേ ഇത്. അതുകൊണ്ട് ആളുകൾ സംശയിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം വിശ്വാസമല്ലേ എല്ലാം.